കാസർഗോഡ് നീലേശ്വരത്ത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആകാശപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരവുമായി നഗരസഭ ജനകീയ കർമ്മസമിതി. നീലേശ്വരം നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഒറ്റക്കെട്ടായി നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ തുടക്കമായി. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനെ രണ്ടായി വിഭജിച്ചുകൊണ്ടുള്ള ദേശീയപാത വികസനത്തിനെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് ഒരു മാസത്തിലേറെയായി. നീലേശ്വരത്ത് ആകാശപാത ആവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കേന്ദ്ര ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടും ദേശീയപാത അതോറിറ്റി ഭാഗത്തു നിന്ന് നടപടികളില്ലാത്ത സാഹചര്യത്തിലാണ് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഒറ്റക്കെട്ടായി അണിചേർന്നുള്ള അനിശ്ചിതകാല സമരത്തിന് തുടക്കമായത്. മണ്ണിട്ടുയർത്തിയുള്ള എംബാങ്ക്മെന്റ് മാറ്റി ദേശീയപാതയിൽ നെടുങ്കണ്ട മുതൽ കരുവാച്ചേരി വരെ എലിവേറ്റഡ് ബ്രിഡ്ജ് നിർമ്മിക്കുക, ദേശീയപാതയിൽ പുഴക്കു കുറുകെയുള്ള പഴയ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം നിർമ്മിക്കുക എന്നിവയാണ് ജനകീയ കർമ്മസമിതി മുന്നോട്ട് വെക്കുന്ന ആവശ്യം. നീലേശ്വരം ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി നീലേശ്വരം ആകാശപാതക്കായി അണിനിരക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയായി ഈ മഹത്തായ കൺവെൻഷൻ അക്ഷരാർത്ഥത്തിൽ മാറുകയാണ്. നീലേശ്വരത്ത് സമരം ശക്തമാകവേ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലം സന്ദർശിച്ച് 65 വർഷം പഴക്കമുള്ള പാലം പൊളിച്ചുമാറ്റി പുതിയത് പണിയാമെന്ന് ഉറപ്പേകിയിട്ടുണ്ട്. അതേസമയം ആകാശപാത യാഥാർത്ഥ്യമാകും വരെ നഗരസഭ ജനകീയ കർമ്മസമിതി നടത്തുന്ന സമരം തുടരും. നീലേശ്വരം നഗരം വിഭജിച്ചുകൊണ്ടുള്ള ദേശീയപാത വികസനം നൂറുകണക്കിന് വ്യാപാരികൾക്കും നഗരത്തിന്റെ വികസനത്തിനും ടൗണിലേക്കുള്ള യാത്രയ്ക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.